ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ, പാഠവും പൊരുളും വർത്തമാന പുസ്തകം, ഒരു ചരിത്ര വിചാരം. നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഈ പഠന പരമ്പരയുടെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് സഭയുടെ പൂർവികരെ നമുക്ക് വേണ്ടി, സഭയ്ക്കു വേണ്ടി ചെലവഴിച്ച അവരുടെ ത്യാഗങ്ങൾ, അവരുടെ നിലപാടുകൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പാഠങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ 2025 ഏറ്റവും പുതിയ എഡിഷൻ പ്രകാരമുള്ള പുസ്തകം, ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ ഇന്ന് നമ്മൾ പോകുന്നത് 169 മുതൽ 174 വരെയുള്ള പേജുകളിലായി കിടക്കുന്ന 29ാമത്തെ പാദമാണ്. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു, ഈ പാദം എന്ന് പറയുന്നത് അധ്യായമാണ്. ഏത് പുസ്തകമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിലും അതിന് പേജ് നമ്പറുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും പാദത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് 29ാം പാദമാണ് എന്ന കാര്യം. അധ്യായം 29ാം അധ്യായത്തിനാണ് ഓരോ അധ്യായത്തിനും ഓരോ പാദം എന്ന രീതിയിലാണ് വർത്തമാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. എന്നും പറയുന്നത് പോലെ തന്നെ ഈ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, വർത്തമാന പുസ്തകം വായിക്കുക കൂടി ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ പേജ് നമ്പർ വ്യക്തമായിട്ട് പറയുക. ഏറ്റവും പുതിയ എഡിഷനൊക്കെയാണ് എങ്കിൽ, ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയതാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക മലയാള ശൈലിയിലേക്ക് അതിൻ്റെ നന്മകളും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ കൊണ്ടുവരാനായിട്ട് ജോൺ മാളിയേക്കൽ സാറിന് സാധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു അത്ര പഴയ മലയാളമല്ല എങ്കിൽ പോലും എന്നാൽ ഏറ്റവും പുതിയ ആധുനിക രീതിയിലുള്ള മലയാളമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ, നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പുസ്തകങ്ങളൊക്കെ മേടിക്കാനും ഒക്കെ അത് അവൈലബിളാണ്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ അത് അന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പ്രത്യേകിച്ച് ഇതിന് വലിയ സ്നേഹത്തിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത്, ഞങ്ങളുടെ ഓരോ ദിവസവും ഈ ക്ലാസ്സുകൾ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ മനസ്സിനെയും ശക്തിയും ആത്മാവിനെയും ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്ന് പറയുന്നു. ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തന നിരതമാകുന്നതിന് ഈശോയെ നിൻ്റെ കൂടുതൽ സ്നേഹവും കരുതലും നീ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മറിയൂസേ പിതാവേ, പിതാവിൻ്റെ വലിയ സ്നേഹവും കരുതലും ഞങ്ങളെ കൂടുതൽ സഭയോട് ചേർന്ന് നിർത്താനായിട്ട് കാരണഭൂതമാകുന്നു. അതിനും മറിയൂസേ പിതാവേ, നിങ്ങളുടെ മാധ്യസ്ഥത്തിനും പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെയും ഞങ്ങളെല്ലാവരെയും മറിയൂസേ പിതാവിൻ്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകമായ യോഗ്യതയാലും ഞങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈ ക്ലാസ് നടത്തുന്നവരെയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന എല്ലാവരെയും പരിപൂർണമായി ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾ നന്ദിപൂർവ്വം ഞങ്ങളെ സമർപ്പിക്കുന്നു. നിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് 29ാമത്തെ പാദമാണ് ക്ലാസ് എടുക്കുക. 169 മുതൽ 174 വരെ പേജുകൾ. പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 29ാം പാദത്തിൽ ബയ്യായിലെ താമസവും തുടർന്ന് പോർത്തുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ എത്തുന്നതും വിവരിക്കുന്ന ഭാഗം താഴെ പറയുന്ന 5 സന്ദേശങ്ങളായിട്ട്, അല്ലെങ്കിൽ 5 തലത്തിൽ 5 ആശയങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സുറിയാനി കുർബാനയും ജനശ്രദ്ധയും. ബയ്യായിലെ മെത്രാപ്പൊലീത്തയുടെ അരമനയിൽ മൽപ്പാൻ അർപ്പിച്ച സുറിയാനി കുർബാന അവിടുത്തെ ജനങ്ങൾക്ക് വലിയ അത്ഭുതമായിരുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. എവിടെയൊക്കെ മൽപ്പാൻ സുറിയാനി കുർബാന അർപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങളെ സംബന്ധിച്ചൊരു അത്ഭുതത്തോടു കൂടിയാണ് അവരതിനെ നോക്കിക്കണ്ടിരുന്നത്.
അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുക. പ്രത്യേകിച്ച് ലത്തീൻ ക്രമത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയും സംഗീതാത്മകമായ ചൊല്ലലുകളും ഇവ കാരണം നഗരം മുഴുവനും ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. കുർബാന ക്രമം മാറ്റാൻ മെത്രാപ്പോലീത്ത ഉപദേശിച്ചെങ്കിലും തങ്ങളുടെ പാരമ്പര്യവും സമുദായ മര്യാദയും മുറുകെ പിടിച്ചുകൊണ്ട് മൽപ്പാൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചിരുന്ന മൽപ്പാൻ നമുക്ക് കാണിച്ചിരുന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ്. അവിടെ വലിയ വേദനകളും സങ്കടങ്ങളുമൊക്കെ കടന്നു ചെന്നിട്ടും കൂടെ ഉണ്ടായിരുന്ന കപ്പലിൽ യാത്രയുടെ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വികാരി പാതിരിയൊക്കെ അവഗണിച്ചെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഒരു സഹായം കൊടുക്കാതിരുന്ന സമയത്തും ഈ മെത്രാപ്പോലീത്തയാണ് അവർക്ക് താമസവും സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എങ്കിലും ആ മെത്രാപ്പോലീത്ത അവരോട് പറയുകയാണ് ഈ കുർബാനക്രമത്തിലൊരു മാറ്റം വരുത്തി ചൊല്ലാനായിട്ട് പറയുമ്പോഴും അത്രമാത്രം കരുതലും സ്നേഹവും നൽകിയിട്ട് പോലും നമ്മുടെ സഭയുടെ പാരമ്പര്യവും സമുദായ മര്യാദയും മുറുക്കി പിടിക്കാനായിട്ട് മൽപ്പാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലുള്ള കാണുന്ന ഒരു പ്രത്യേക ശൈലിയിലായിരുന്നുവെങ്കിൽ അതൊക്കെ നമ്മളെത്രയും സ്നേഹിച്ചല്ലേ പരിഗണിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമായിരുന്നു. അതാണ് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പാറേമാക്കം ഗോവിന്ദനോർ ഈ കാര്യം കൃത്യമായിട്ട് വർത്തമാന പുസ്തകത്തിലൂടെ ഒരു യാത്രാവിവരണം എന്ന രീതിയിൽ നമുക്ക് നൽകുന്നത്. നമുക്ക് രണ്ടാമത്തെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. ബയ്യായിലെ വിശ്വാസികളും സന്നദ്ധ സേവനവും. ബയ്യായിലെ ധനാഢ്യരായ കച്ചവടക്കാർ തങ്ങളുടെ വീടുകളിലെ ചാപ്പലുകളിൽ കുർബാന ചൊല്ലാൻ യാത്രികരെ ക്ഷണിക്കുകയും മാന്യമായ ദക്ഷിണ നൽകുകയും ചെയ്തു. ബർണദോസ് എന്ന പാതിരിയും അന്തോണി ഓസ്കൽ ദാസ എന്ന തോക്ക് നിർമ്മാണ വിദഗ്ധനും യാത്രികരോട് വലിയ കരുണ കാണിച്ചു. അന്തോണി ഓസ്കൽ ദാസ മൽപ്പാൻ്റെ ദേഹത്തെ വ്രണങ്ങൾ സ്വന്തം കൈകൊണ്ട് കഴുകി മരുന്ന് വെച്ച് കെട്ടുകയും വസ്ത്രങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്നേഹചൈതന്യത്തിൻ്റെ തെളിവാണ്. മൂന്നാമത്തെ ആശയമെന്ന് പറയുന്നത് ലിസ്ബണിലേക്കുള്ള യാത്രയും തയ്യാറെടുപ്പുകളും. ബയ്യായിൽ നിന്നും ലിസ്ബണിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മെത്രാപ്പൊലീത്തായും മറ്റുള്ളവരും യാത്രികർക്ക് വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും സമ്മാനമായി നൽകി. യാത്രക്കിടയിൽ മലങ്കര സഭയുടെ ഉന്നമനത്തിനായി പോർത്തുഗൽ രാജ്ഞിക്ക് സമർപ്പിക്കേണ്ട അപേക്ഷകൾ മൽപ്പാൻ തയ്യാറാക്കി. യാത്രക്കിടയിൽ ഗ്രന്ഥകാരന് കഠിനമായ ചുമ ബാധിച്ചപ്പോൾ കപ്പലുടമകൾ വലിയ ശുശ്രൂഷയും കരുതലും നൽകി. ആശയം വളരെ വ്യക്തമായതുകൊണ്ട് നമുക്കതിലേക്ക് അടുത്ത ആശയത്തിലേക്ക് നമുക്ക് പോകാം. ലിസ്ബണിലെ കർശന നിയമങ്ങൾ. കർക്കിടക മാസം 18 കപ്പൽ ലിസ്ബണിൽ എത്തിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിയാതെ ആർക്കും കരയ്ക്കിറങ്ങാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഗവൺമെൻറ് കുത്തകയാക്കി വച്ചിരുന്ന പുകയില പൊടി കപ്പലിൽ നിന്നും പിടികൂടാതിരിക്കാൻ യാത്രികർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പുകയില കടലിൽ തള്ളി. കൈവശമുള്ള പണത്തിന് നിശ്ചിത ശതമാനം ചുങ്കം നൽകണമെന്ന നിയമവും അവിടെ നിലനിന്നിരുന്നു. അടുത്ത ആശയം ഇതാണ്: വത്തിക്കാൻ സ്ഥാനപതിയുടെ സ്വീകരണം. ലിസ്ബണിൽ പരിചയക്കാരാരുമില്ലാതിരുന്ന യാത്രികർ വത്തിക്കാൻ സ്ഥാനപതിയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം അവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും താമസത്തിനായി ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സൗകര്യമൊരുക്കി നൽകുകയും ചെയ്തു. റോമിലേക്ക് പോകുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. എത്രമാത്രം സഭയെ സ്നേഹിച്ചിരുന്നു, സഭയുടെ ആരാധനാക്രമത്തെ എത്രമാത്രം മൽപ്പാനും കൂട്ടരും വില കൽപ്പിച്ചിരുന്നു എന്നൊക്കെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അതിനുമുമ്പ് ഈ പാഠഭാഗം വായിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് വായിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പേജ് നമ്പർ 169 മുതൽ 174 വരെയാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ചോദ്യോത്തരങ്ങൾ.
ബയ്യായിൽ മൽപ്പാൻ അർപ്പിച്ച സുറിയാനി കുർബാന കണ്ടപ്പോൾ ജനങ്ങൾക്കുണ്ടായ വികാരം എന്തായിരുന്നു? അതിയായ അത്ഭുതവും പുതുമയും. കുർബാന ക്രമം മാറ്റാൻ മെത്രാപ്പൊലീത്ത ഉപദേശിച്ചപ്പോൾ മൽപ്പാൻ നൽകിയ മറുപടി എന്തായിരുന്നു? തങ്ങൾ ജനിച്ചു വളർന്ന സമുദായത്തിന് ക്രമം മാറ്റുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബയ്യായിൽ വെച്ച് മൽപ്പാനെയും സംഘത്തെയും സന്യാസി മഠങ്ങളിൽ കുർബാനയ്ക്ക് കൊണ്ടുപോയിരുന്നത് ആരാണ്? ബർണദോസ് എന്ന പാതിരി. മൽപ്പാൻ്റെ ദേഹത്തെ വ്രണങ്ങൾ സ്വന്തം കൈകൊണ്ട് കഴുകി മരുന്ന് വെച്ചു കെട്ടിയ ഭക്തനായ മനുഷ്യനാര്? അന്തോണി ഒസ്കൽദാസ. ബയ്യായിൽ നിന്നും ലിസ്ബണിലേക്ക് കപ്പൽ കയറിയത് എന്നാണ്? അതേ ആണ്ടിലെ ഇടവമാസം 1-ാം തീയതി. കപ്പൽ യാത്രക്കിടയിൽ ഗ്രന്ഥകാരന് ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ട് എന്തായിരുന്നു? കഠിനമായ ചുമ. ലിസ്ബണിലെ നിയമപ്രകാരം ഏതു വസ്തു കൈവശം വയ്ക്കുന്നതായിരുന്നു ഗവൺമെൻറ്റിന് മാത്രം അവകാശമുണ്ടായിരുന്നത്? പുകയിലയും പുകയിലപ്പൊടിയും. യാത്രികർ ലിസ്ബണിൽ എത്തിയത് ഏതു മാസത്തിലായിരുന്നു? കർക്കിട മാസം 18-ന്. ലിസ്ബണിലെത്തിയ ഉടൻ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടിയിരുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യ ഹൗസ്. ലിസ്ബണിൽ യാത്രികരെ സഹായിച്ച വത്തിക്കാൻ സ്ഥാനപതി അറിയപ്പെട്ടിരുന്ന പേരെന്ത്? നൂൻഷിയോ. നൂൻഷിയോ യാത്രികർക്ക് താമസ സൗകര്യം ഒരുക്കി നൽകിയത് എവിടെയാണ്? ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ. സന്ദർശകർക്ക് അനുവാദമില്ലാത്ത ഏത് ദിവസമാണ് മൽപ്പാനും സംഘവും നൂൻഷിയെ കാണാൻ ചെന്നത്? ബുധനാഴ്ച.